എനിക്കെന്നാലും നല്ല ഭയം തോന്നുന്നുണ്ട് ആരോൺ. കാരണം കാസ്റ്റാണ് സംഭവിച്ചത്, നമ്മൾ കണ്ടതാണ്. അതുപോലെ എന്തെങ്കിലും ജെസൂടയ്ക്കും അവനൊന്നും സംഭവിക്കരുത് എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. പക്ഷേ എന്നാലും ഞാനൊരു കാര്യം പറയാം. എന്ത്? ഈ സ്കൾ ഐലൻഡ് ഒരു നരകത്തിൻ്റെ കവാടമാണ്. ഇവിടെ മരണത്തിന് വേണ്ടി ഇരക്കേണ്ടതില്ല. ഈ ഒരു കവാടം കോങ്ങിന് അടച്ചിടാൻ കഴിയുമോ എന്ന് നമുക്ക് നോക്കണം. മാത്രമല്ല ഒരേ സമയം നമ്മൾ കോങ്ങിനെ നിരീക്ഷിക്കുകയും അതുപോലെ ആ തകർന്ന V-22യും ജെസൂഡയും എവിടെയുണ്ടെന്ന് നമ്മൾ അന്വേഷിക്കുകയും വേണം. അത്തരത്തിലായിരിക്കണം നമ്മൾ തീർത്ഥാടന സംഘത്തോടൊപ്പം പോകേണ്ടത്. എന്തു പറയുന്നു? ഓക്കെ. ആരോൺ, ആരോൺ, ആരോൺ ഓടിക്കോ, അപകടം. പേടിച്ചു പോയോ? പിന്നല്ലാതെ, പേടിക്കാനും ഉണ്ടല്ലോ ഈ സ്ഥലത്ത് ഒരുപാട് കാര്യങ്ങൾ. എഴുന്നേൽക്ക്. ഹലോ ഫ്രണ്ട്സ്. വാൾട്ടർ, നിങ്ങളോ? ഞാൻ തന്നെ. കൊള്ളാം വാൾട്ടർ, കാലത്ത് തന്നെ നല്ല കണി. ആഹാ, വാൾട്ടർ വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിലൊക്കെയാണല്ലോ. പിന്നല്ലാതെ. ആരോൺ, എന്നാ പിന്നെ നമുക്ക് പോവല്ലേ? അങ്ങനെ നിങ്ങൾ തീരുമാനിച്ചാലോ. എല്ലാവരും എൻ്റെ പിന്നാലെ വാ. നിങ്ങൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാലേ കൂടുതൽ അപകടങ്ങളിൽ ചെന്ന് ചാടും. അന്ന് ഞാൻ പറഞ്ഞതുപോലെ കേട്ടിരുന്നെങ്കിൽ കാസ്റ്റിനൊന്ന് ജീവനോടെ ഉണ്ടാവുമായിരുന്നു. വാ. ഓക്കെ. ഞങ്ങൾ ഒരുപാട് ദൂരം നടന്നു പിന്നിട്ടു. നോക്ക്, ഒരു കപ്പൽ. ശരിയാണല്ലോ. ആരോൺ, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. പറയൂ വാൾട്ടർ. ഇത് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഒരു കപ്പലാണ്. അതെ വാൾട്ടർ, ദാ നോക്ക്, ഇവിടെയും അതേ ചുവർ ചിത്രങ്ങൾ. ആരോൺ, വീണ്ടും എൻ്റെ തലവേദനിക്കുന്നു. ടെൽ മീ വാൾട്ടർ, ഇപ്പോൾ നീ എന്താണ് കാണുന്നത്?